പേരെങ്ങനെയാണ്? ജിതിൻ. ക്യാൻവാസ് എന്ന് പറയുന്ന ഒരു പരിപാടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ജൂൺ 20 വെംബ്ലിയിൽ വെച്ച് നടക്കുന്നു. എന്താണ് ക്യാൻവാസ് എന്നുള്ള പരിപാടിയിൽ ഏറ്റവും വലിയ പ്രതീക്ഷ? ക്യാൻവാസ് നമ്മുടെ കൈരളി UK അറേഞ്ച് ചെയ്യുന്ന ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മാതൃഭൂമിയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ KLF അതുപോലെ പല ഫെസ്റ്റിവലും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രവാസിയായതിനു ശേഷം ഇത്തരത്തിലുള്ള പല പരിപാടികളും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ മലയാളികൾ ഒരുപാട് പേര് നമ്മുടെ UK-യിലുണ്ട്. അപ്പോൾ അവർക്ക് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈരളി നടത്തുന്ന ഒരു പരിപാടിയാണ് ക്യാൻവാസ്. അതെ, നമുക്ക് മലയാളി സമൂഹം ഒരു വലിയ സമൂഹമാണ് നമുക്ക് UK-യിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പരിപാടിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ഒരു പ്രതീക്ഷ? കൈരളിയുടെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലബ്ബ് അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ നടത്തിയിട്ടുള്ള പരിപാടികൾ, അതിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവങ്ങൾ, അതുമായിട്ടാണ് എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു അപരിചിതത്വം ഇല്ലാതെ നമുക്ക് ഒരുപാട് പേരെ കണ്ട് പരിചയപ്പെട്ട് ആ സൗഹൃദം തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വേദിയാണ് കൈരളി എല്ലാ കാലത്തും ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു പരിപാടിയിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു പർട്ടിക്കുലർ സെഷൻ ഉണ്ടായിരിക്കും? ഞാൻ ഡോക്ടർ വേണുവും ശാരദാ മുരളീധരൻ അവരുടെ ആ സെഷനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അവരോട് ചോദിക്കാനും കുറച്ച് ചോദ്യങ്ങളും ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. പുതിയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സൗഹൃദം പുതുക്കുന്ന ഒരു വേദി എന്ന് പറഞ്ഞു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ എങ്ങനെയാണെങ്കിൽ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങളിൽ 80% എനിക്ക് കൈരളി വഴി കിട്ടിയിട്ടുള്ളതാണ്. കൈരളി ലോഞ്ചായ ദിവസം തൊട്ട് ഞാൻ കൈരളിയുടെ കൂടെയുള്ള ആളാണ്. അതുവഴി അന്ന് കിട്ടിയ സൗഹൃദങ്ങൾ ഇന്നും വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും പറ്റുന്ന ഒരു വേദിയാണ് കൈരളി ഒരുക്കുന്നത്. അതെ, ഇതൊരു ബുദ്ധിജീവികളുടെ ഒരു കോൺഫറൻസ് എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരിക്കും? ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഫാമിലിയിലെ കുട്ടികൾക്ക് തന്നെ കൈരളി അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ കൈരളിയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 വയസ്സുള്ള കുട്ടി തൊട്ട് മേളിലോട്ട് എല്ലാവരും എക്സൈറ്റഡ് ആണ്. കാരണം അവർക്കും തമ്മിൽ നമ്മൾ മുതിർന്നവർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അവർക്കും അവരുടെ ബന്ധങ്ങൾ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊരിക്കലും ബുദ്ധിജീവികൾക്ക് വേണ്ടിയ ഒരു പരിപാടിയല്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സെഷൻസാണ് കൈരളി ഒരുക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ക്യാൻവാസ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയാൽ എന്തായിരിക്കും? സൗഹൃദം. ക്യാൻവാസ് കൈരളി UK മെമ്പേഴ്സിന് മാത്രമുള്ള പരിപാടി, അല്ലെങ്കിൽ NHS-ൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വരാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്? അതോ എല്ലാവർക്കും ഫ്രീ എൻട്രി? ഒരിക്കലും അല്ല, എല്ലാ മലയാളികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ ക്ലബിൻ്റെ പരിപാടികളോ നമ്മുടെ കോളേജിനെയൊക്കെ മിസ് ചെയ്യുന്ന എല്ലാവർക്കും അവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നഴ്സുമാരുടെ ഒരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഷിഫ്റ്റും അവരുടെ ആശുപത്രിയിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമാണോ സാധാരണ കൈരളി കൂട്ടായ്മ? ഞാൻ കണ്ടെടുത്തോളം തീർച്ചയായിട്ടും വ്യത്യസ്തമാണ്. കാരണം പല പ്രൊഫഷനിലുള്ളവരും അന്ന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു മിക്സ്ഡ് പോപ്പുലേഷനാണ് അന്ന് അവിടെ ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ UK. ഞാൻ ജിതിൻ. നാട്ടിലെവിടെ? അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുറച്ച് വിശേഷങ്ങളായിട്ട് കൂടുന്നത് ആരാണെന്നൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അധീന. ബ്ലെസ്സി. യെസ്, അപ്പോൾ ക്യാൻവാസ് എന്ന് പറഞ്ഞൊരു പരിപാടി കുറച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ജൂൺ 20 വെംബ്ലിയിൽ വെച്ച് നടക്കുന്നു. ക്യാൻവാസ് എന്ന പരിപാടിയെ കുറിച്ച് എന്താണ് ഏറ്റവും വലിയ പ്രതീക്ഷ? ഞാൻ നാട്ടിൽ കോഴിക്കോടാണ്. ഒരു കോഴിക്കോടുകാരിയായിട്ടും എനിക്ക് ഇതുവരെ KLF-ൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് KLF-ൽ നഷ്ടപ്പെട്ട എന്താണോ അതെനിക്ക് ക്യാൻവാസിൽ കിട്ടുന്നതാണ്. യെസ്, ക്യാൻവാസ് അഗൈൻ ഒരു സാഹിത്യോത്സവമാണ്. അപ്പോൾ ഇതുമാതിരി KLF ഇതുമാതിരി വേറെ എന്തെങ്കിലും സാഹിത്യോത്സവത്തിൽ മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ഒന്നിനും പങ്കെടുത്തിട്ടില്ല. അപ്പം എനിക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ അത് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ, പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പാട്ട്, ഡാൻസ്, കഥകളി, നല്ല ഫുഡ് സ്റ്റോൾസ്, അങ്ങനെ പല കാര്യങ്ങൾ. ഇതിൽ എന്താണ് ഏറ്റവും കൂടുതൽ ബ്ലെസ്സിനെ ആകർഷിക്കുന്നത് ക്യാൻവാസിൽ? എനിക്ക് കൂടുതലും നമ്മുടെ നാട്ടിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒത്തിരി കലാപരിപാടികളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു മലയാളി ഫെസ്റ്റിവൽസ് അങ്ങനെ വളരെ കുറവാണല്ലോ. അപ്പം അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്.
അതെ അതെ, നമുക്ക് വർക്ക്, ഫാമിലി, പല കമ്മിറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമുക്കിങ്ങനെ മലയാളി പരിപാടികളിൽ പങ്കെടുക്കാൻ എപ്പോഴും ചാൻസ് കിട്ടാറില്ലായിരിക്കും, പക്ഷെ ചിലപ്പോൾ പങ്കെടുക്കാറുണ്ടായിരിക്കും. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ ഒരു മലയാളി കൂട്ടായ്മ ഇതിൽ കാണും എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഒത്തിരി പരസ്യങ്ങളും ഇതിലെല്ലാം അത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷകൾ. പിന്നെ വരുന്ന ഗസ്റ്റുകളെ കാണുക, നമ്മൾ ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള അവരെ നേരിട്ട് കാണുക എന്നതും അതും ഒരു വലിയൊരു എക്സൈറ്റ്മെന്റ് ആണ്. അതെ, അപ്പോൾ ഇതിന് ഗസ്റ്റ് ലിസ്റ്റിനെ കുറിച്ച് ഓൾറെഡി അതിനൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഗസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ കാണണം അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഗസ്റ്റ് ആരായിരിക്കും? അരുൺകുമാറും സുനിത ദേവദാസ്. സുനിത ദേവദാസ് എന്ന് പറയുന്ന ഒരാൾ യൂട്യൂബിൽ ഒരു വലിയ തരംഗം സൃഷ്ടിച്ച ആളാണ്. സുനിത ദേവദാസിൽ എന്താണ് ഏറ്റവും കൂടുതൽ അതിനെ ആകർഷിച്ചിട്ടുള്ളത്? ബയാസ്ഡ് അല്ലാത്ത, പിന്നെ പ്രത്യേകിച്ച് ഫിൽറ്റേർഡ് അല്ലാണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്, പിന്നെ ഒരു വനിതയാണ്. അത് രണ്ടും എന്നെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലെവിടെയാണ്? ആലപ്പുഴ, കോഴിക്കോട്.